വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. ആദ്യം തന്നെ പറയട്ടെ, കുറച്ച് ടി വിയുടെ ആ ഒരു സൗണ്ട് ഇഷ്യൂ ഉണ്ട്. സോ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവരവിടെ ഇരുന്ന് ഷോ ഉണ്ടായാലേ നമുക്കിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ ഈ ഒരു ചിന്ന ഡിസ്റ്റർബൻസ് നിങ്ങൾ സഹിക്കുക. നമുക്ക് എന്തായാലും അതിലൊരു മാറ്റം കൊണ്ടുവരാം. എന്നാലും വലിയ ഇഷ്യൂ ഉള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ? യെസ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു DLED കോഴ്സ് എന്താണ്, എങ്ങനെ, അതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും തന്നെ ലൈറ്റാക്കി കണ്ട എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കല്ല്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, യൂസ്ഫുള്ളായ ഷെയർ ചെയ്യാൻ മറക്കരുത്. അവസാനം എത്തുമ്പോൾ ഞാൻ ഇതൊക്കെ പറയാൻ മറക്കും. അതുകൊണ്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി DLED കോഴ്സിനെ പറ്റിയിട്ടൊന്ന് പറയുമെന്ന്. ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലല്ല, ആദ്യമേ പറയട്ടെ. ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ ചോദിച്ചത് കൊണ്ടും മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ട് കുറേ ചാനൽസിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ചാനൽസിൽ ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് എൻ്റെ അടുത്ത് ചോദിച്ച 2-3 കാര്യങ്ങൾ മാത്രം പറയാനാണ് വന്നിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയരുത് ഇങ്ങനെയാണ് പറയേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ, കുറച്ചുകൂടെ കാര്യം അറിയണം എന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ഇടരുത്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം, എങ്കിൽ ഓക്കെ. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം താഴെ കൊടുത്തേക്കാം. അതിന് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തരാം. ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യം തന്നെ പറയട്ടെ, DLED എന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നാണ് DLEDൻ്റെ ഫുൾ ഫോം. ആൻഡ് നമ്മുടെ TTC തന്നെയാണ് DLED. നമുക്കറിയാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ KTET എന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടെ എഴുതിയെടുക്കണം. ഇതിൻ്റെ കൂടെ എഴുതിയെടുത്താൽ ഫസ്റ്റ് നമ്മൾ എഴുതിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് LP സെക്ഷനും സെക്കൻഡ് എഴുതിയെടുക്കുമ്പോൾ UP സെക്ഷനും പഠിപ്പിക്കാൻ പറ്റും. സോ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ KTETും കൂടെ എഴുതി പോവുക. ഇത്രയാണ് ഇതിൽ മെയിൻ ഭയങ്കര പ്രൊഫഷണലി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ കോഴ്സ് പറ്റുന്ന ആൾക്കാർ പോകുന്നതാണ് നല്ലത്. കാരണം കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു തീർന്നില്ല, അതിനു മുമ്പേ ടീച്ചറായോ എന്ന്. ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചറായി, ഞാൻ ടീച്ചറാണ്, ഞാൻ ഇന്ന സ്കൂളിലെ ടീച്ചറാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഓരോന്ന് പറയുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് എഫക്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്കെന്തോ അത് ഇഷ്ടമായില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. കമൻറ്റ് ബോക്സിൽ വന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെയാണ് പറയുന്നത്, എന്തിനാ അങ്ങനെ പറയുന്നത്. കാരണം ഞാനൊരു കോഴ്സ് ചെയ്യുവാണെന്ന് ഏതോ ഒരു വ്ളോഗിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് വിട്ടായിരുന്നു അല്ലേ, കമ്മീഷൻ വന്ന ആ ഒരു വീഡിയോയിൽ മാത്രം. അല്ലാണ്ട് വേറെ വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ടീച്ചറായിരുന്നു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ ഒരു ടീച്ചറായി എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് ആ ഒരു ഗുണം വേണം. ഞാനൊക്കെ അറിയാണ്ട് ചെന്ന് പെട്ടതാണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു കോഴ്സ് ചെയ്യാൻ അത്രയും ഡെഡിക്കേഷൻ വേണം. പിന്നെ എന്താണ്, നിങ്ങൾക്ക് നല്ല ടീച്ചറാവണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സിന് പോവാം. എന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും. DLED കോഴ്സ് ഈസി ആണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈസി അല്ല, അതിൻ്റേതായ എഫേർട്ട് ഈ ഒരു കോഴ്സിന് നമ്മൾ ഇടണം. ഇതൊരു ഡിപ്ലോമ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കോഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കത് വെച്ച് വേറെ ഒരിടത്ത് കയറാനായിട്ട് പറ്റില്ല, ഡിഗ്രി ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഡിഗ്രി ചെയ്യാനും പറ്റില്ല. പിന്നെ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് നിങ്ങളിപ്പോൾ ടീച്ചർ ഇപ്പോൾ ഈ ഒരു ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു
എന്തെങ്കിലും നമ്മൾ സൈഡായിട്ട് പഠിക്കണമല്ലോ. അപ്പോൾ ഡിഗ്രിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് എടുത്തോ, അല്ലെങ്കിൽ മലയാളം അധ്യാപികയാവണമെങ്കിൽ മലയാളം എടുത്ത് പഠിച്ചോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചാണ്, അല്ലാണ്ട് ഇന്നത് തന്നെ പഠിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ. ഇപ്പം നമ്മൾ DLED കഴിഞ്ഞ് കേറ്ററ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് LP പഠിപ്പിക്കാം. കേറ്ററ്റ് കിട്ടിക്കഴിഞ്ഞാൽ LP പഠിപ്പിക്കാം. അവിടെ അങ്ങനെ ഉഗ്രഥിതമാണല്ലോ, ഉഗ്രഥിതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടാണല്ലോ, ഒരു ടെക്സ്റ്റ് ബുക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ഇന്ന ഡിഗ്രി കോഴ്സ് എടുത്താൽ മാത്രമേ അത് പഠിപ്പിക്കാവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിവുണ്ടായാൽ മാത്രം മതി. ഓക്കെ. ഓൾവേസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എനിക്ക് അതിനെ പറ്റിയിട്ട് പ്രത്യേകം ഞാൻ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടീച്ചറാവണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷെ കുഞ്ഞിലെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചറാവണം. ഇപ്പം നമ്മൾ അതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ ഗേൾസിനും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗേൾസിലായാലും ബോയ്സിലായാലും കുഞ്ഞുനാളിൽ എല്ലാവർക്കും ആഗ്രഹം കാണൂലേ, ഡോക്ടറാവണം, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചറിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ടീച്ചറാവണം എന്നായിരിക്കും. കാരണം ഇങ്ങനെ ബോർഡിലൊക്കെ ടീച്ചർ എഴുതുമ്പോൾ അതുപോലെ പോയി വീട്ടിൽ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ഇഷ്ടമായിരുന്നു. പക്ഷെ എങ്ങനെയോ ഡിഗ്രി അപ്ലൈ ചെയ്തപ്പോൾ, +2 കഴിഞ്ഞ് ഡിഗ്രി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ട് പോകാൻ പറ്റിയില്ല. ആ ഒരു ഡേറ്റ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല, മടിച്ചായതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയില്ല. ബട്ട് കുറച്ച് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താ ഒന്നിനും പോയില്ലേ, പഠിക്കാനൊന്നും പോയില്ലേ, പോണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് സഹിക്കാൻ വയ്യാതെ ചെന്ന് ചേർന്നതാണ് ഈ DLED കോഴ്സിന്. അപ്പോൾ അങ്ങനെ ചെന്ന് ചേർന്നതാണ്. പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് ഓരോ സെമിനാറുകൾ എടുക്കണം, ടീച്ച് ചെയ്യണം, അതായത് പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ നേരിട്ട് ചെയ്യേണ്ട കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് അങ്ങനെ ഇല്ല. ഡിസ്റ്റൻസ് ഇതുപോലെ തന്നെയാണ്. നമുക്കവിടെ നേരിട്ട് പോയി ഇൻറ്റേൺഷിപ്പൊക്കെ അറ്റൻഡ് ചെയ്ത് അടുത്ത് കുറേ സെമിനാറുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിസ്റ്റൻസ് അലൗഡാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അറിവിൽ അല്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത് ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉള്ളതെന്ന്. ഇതിലുള്ളത് ഫിലോസഫി, സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, EVS, സോഷ്യൽ സയൻസ്, പിന്നെ ICT കൂടെയാണ് ഇതിലുള്ളത്. ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, എല്ലാ സബ്ജക്റ്റിൻ്റെ പേരും ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കാരണം അവരുടെ കണ്ണിയിൽ എന്തിനാണ് നമ്മൾ മണ്ണ് വരയിടുന്നത്. ഓക്കെ. അപ്പോൾ DLED കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഒരുപാട് ചാനൽ ഞാൻ കണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം. ഞാനൊരു കോഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ട് ഇതിനെ പറ്റിയിട്ട് വലിയ പിടുത്തമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മാത്രം. പിന്നെ ഇൻറ്റേൺഷിപ്പ് ആദ്യം 2 ഒബ്സർവേഷൻ ഉണ്ട്, ഒന്ന് LPയിലും ഒന്ന് UPയിലും. അത് വലിയ തലക്കേടില്ലാതെ പോകും. കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ കോളേജിൽ നിന്ന് പറഞ്ഞേക്കും. അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ പോയി ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ദൗത്യമുള്ളൂ. പിന്നെ ആ സമയത്ത് പിള്ളേരുമായിട്ട് കുറച്ച് ഇൻട്രാക്റ്റ് ആവുക, ക്ലാസ്സിലൊക്കെ ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക മീൻസ് എന്തെങ്കിലും ഒന്ന് അവരെ ആക്റ്റീവ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, കഥ, പാട്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവും. പിന്നെ വരുന്നത് ഇൻറ്റേൺഷിപ്പ്, അതായത് TTC, അതായത് ടീച്ചിങ് പ്രാക്ടീസാണ്. ടീച്ചിങ് പ്രാക്ടീസും LPയിൽ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടമാവും. TM കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ ഈ ഒരു കോഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ TM ഒക്കെ എഴുതുന്നത് ഇറ്റ്സ് ഓക്കെ എന്ന് വയ്ക്കും. കാരണം അത് ഒരു വശത്ത് എഴുതി അങ്ങ് പൊയ്ക്കോളും. പക്ഷെ പിള്ളേരുമായിട്ട് ആക്റ്റീവ് ആവാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ LP പഠിപ്പിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ നേരെ UPയിലോട്ട് വന്നു. UPയിലുമാണ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് അതായത് ടീച്ചിങ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 40 ദിവസമാണ്. അതായത് ഒബ്സർവേഷൻ 5 ദിവസമായിരിക്കും. ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസ് 40 ദിവസമാണ്. LPയിൽ 40, UPയിൽ 40. അതിൽ 5 ദിവസം ഒബ്സർവേഷൻ ആയിരിക്കും. അങ്ങനെ മൊത്തം 45 വെച്ചിട്ടാണ്. ആൻഡ് UPയിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച്
ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും ക്ലാസ്സിൽ പിള്ളേർ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആവാത്ത പോലെ ഒരു തോന്നൽ. LP-യിലായിരുന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നും പോയി പഠിപ്പിക്കാൻ. കാരണം പിള്ളേർ അത്രയും ആകാംക്ഷയുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് കാണിച്ചാൽ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ UP സെക്ഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് പാടാണ്. എന്നാലും ഇറ്റ്സ് ഓക്കെ, ഫൈൻ. എനിക്ക് കിട്ടിയ ക്ലാസ് കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടോ എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോയത് നിങ്ങളെ ലാഗ് അടുപ്പിച്ച് ബോറടുപ്പിച്ച് പണ്ടാരടങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് സ്പീഡായിട്ട് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ DLED കോഴ്സിനെ പറ്റിയിട്ട്. ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല, ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും നമ്മൾ അതിൻ്റേതായ എഫേർട്ട് നമ്മൾ എടുത്തിരിക്കണം. സോ കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാനും എഴുതാനും ഒക്കെ അറിയാനുള്ളവർ ഈ കോഴ്സിന് പോയാൽ മതി. പിന്നെ പഠിപ്പിക്കാൻ അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടീച്ചറാകാൻ നല്ല ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പോയാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ അടിപൊളിയായിട്ട് നിന്ന് പെർഫോം ചെയ്യാനും എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് എടുക്കുക. അതിന് നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് വിടുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം. എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ എഡ്യൂക്കേഷണൽ ചാനലല്ല എന്നാൽ പോലും എന്നെക്കൊണ്ടാവും വിധം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.